ഇന്ത്യൻ ഭരണഘടനയെയും ജനപ്രാതിനിധ്യത്തെയും നിയമങ്ങളെയും ജനാധിപത്യത്തെയും നോക്കുകുത്തിയാക്കി ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി എന്ന സംഘപരിവാർ ഭരണം തുടങ്ങിയിട്ട് 10 വർഷമാകുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ലോകത്തിലെ ഏതൊരു കോർപ്പറേറ്റ് കമ്പനികളോട് കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു സമ്പന്ന പാർട്ടിയായോ ഒരു പ്രസ്ഥാനമായോ ഇതിനെ മാറ്റപ്പെടാൻ ഇന്ത്യയുടെ ഭരണഘടനയെയും നിയമങ്ങളെയും പാർലമെന്റിനെയും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ സ്പഷ്ടമായ തെളിവാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. രാജ്യത്തെയും ജനങ്ങളെയും ഭരണഘടനയെയും പരിഗണിക്കാതെ തങ്ങളുടേതായ ഒരു ഭരണലോകം സൃഷ്ടിച്ച് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രീയ പാർട്ടിയാക്കുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന നടപ്പിലാക്കിയ നിയമമാണ് ഇലക്ട്രൽ ബോണ്ട്. അത്തരത്തിലൊരു നിയമം നടപ്പിലാക്കുകയും അതുവഴി മോദിയും പാർട്ടിയും അതിന്റെ ഗുണങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി വരുന്ന ഘട്ടത്തിലാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം ഇടപെടുന്നതും 2017 കൊണ്ടുവരികയും 2018 നടപ്പിലാക്കുകയും ചെയ്ത ഇലക്ട്രൽ ബോണ്ട് ആണ് കഴിഞ്ഞ ദിവസം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതും റദ്ദ് ചെയ്തതും. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും ആകുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാൻ എന്തിനാണ് ഇലക്ട്രൽ ബോണ്ട് എന്നൊരു നിയമം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്? ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ നിന്ന് ഏതൊരു സ്ഥാപനങ്ങളിൽ നിന്നും പണം നൽകുന്നതിന് ഒരു തടസ്സവും ഇല്ലാതിരിക്കുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നതിനായി മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. 2018 3 നിയമങ്ങളെ തിരുത്തി എഴുതി നടപ്പിലാക്കിയ ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടെത്തുന്നത് 5 വർഷങ്ങൾ കഴിഞ്ഞാണ്. പച്ചയായി ഭരണഘടനാ വിരുദ്ധമെന്ന് ബോധ്യമാകുന്ന ഈ നിയമം റദ്ദ് ചെയ്യാൻ നീണ്ട 5 വർഷക്കാലം എടുത്തത് എന്തുകൊണ്ടാണെന്നും നമുക്ക് സംശയം ജനിപ്പിക്കുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചുകൊണ്ട് 2018 ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ പറഞ്ഞ നിയമവിരുദ്ധമെന്ന് തോന്നുന്ന 3 ന്യായങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ കൂടുതൽ സുതാര്യമാകുമെന്നും കൂടുതൽ ആരോഗ്യകരമാകുമെന്നും കള്ളപ്പണം തടയുമെന്നും ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്യുകയും മറ്റൊരു പാർട്ടിക്ക് സംഭാവന ചെയ്യാതിരിക്കുന്ന സ്ഥാപനങ്ങളെയോ വ്യവസായ സ്ഥാപനങ്ങളെയോ എതിർ പാർട്ടിയുടെ അനിഷ്ടത്തിന് ഇരയാകാതെ സംരക്ഷിക്കപ്പെടും എന്ന ബാലിശമായ വാദവും നമ്മൾ കേൾക്കുകയുണ്ടായി. 2018 ജനുവരി 29 ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം പാർലമെന്റ് അംഗീകരിക്കുന്നതും പാസാക്കുന്നതും. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കാൻ കഴിയാതിരുന്ന ഘട്ടത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു നിയമവിരുദ്ധ നിയമത്തിന് ജന്മം നൽകുന്നത്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കുക എന്ന ഈ സുപ്രധാനമായ ശക്തമായ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ്. നിർണായകമായ ഈ വിധി പുറപ്പെടുവിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇനിയൊരു ഇലക്ട്രൽ ബോണ്ട് വിതരണം ചെയ്യാൻ പാടില്ല എന്നും ഇതുവരെ വിതരണം ചെയ്ത ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വാങ്ങിക്കൂട്ടിയ പണത്തിന്റെ കണക്ക് 2024 മാർച്ച് 31 മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിക്കണമെന്നും രഹസ്യമാക്കി വയ്ക്കാൻ പാടില്ല എന്നും എല്ലാം പരസ്യമാക്കണമെന്നും വിവരാവകാശ നിയമത്തിനും അറിയാനുള്ള അവകാശത്തിനും എതിരായ ഒരു തീരുമാനമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പരമപ്രധാനമായ കാര്യമായി മാറി. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്ന പണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾക്ക് മാത്രമേ അത് സാധ്യമാകുമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 20,000 രൂപ വരെ ക്യാഷ് ആയിട്ടും 20,000 രൂപയ്ക്ക് മുകളിലേക്കുള്ള പണം ക്യാഷ് ആയി വാങ്ങാൻ പാടില്ല എന്നുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമവും ഇതിന് ബാധകമായിരുന്നു. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പണവും വന്നതിന്റെ കണക്കുകൾ കൃത്യമായി ഇലക്ഷൻ കമ്മീഷനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും കൃത്യമായിട്ട് കൊടുക്കേണ്ടിയിരുന്നു. ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നു എന്നും ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ ഒരു കമ്പനിയോ ആർക്ക് വേണമെങ്കിലും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പണം കൊടുക്കുന്നതിന് ഇടനിലക്കാർ ഇല്ലാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആരാണ്, ആർക്കാണ് കൊടുത്തത്, എത്രയാണ് കൊടുത്തത് എന്നുള്ളതിന്റെ കണക്ക് പൊതുജനത്തിനും ഈ നാട്ടിലെ ഭരണകൂടങ്ങൾക്കും അറിയാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നതിന്റെ സുതാര്യത
അല്ലെങ്കിൽ സ്വകാര്യത രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ഏതെങ്കിലും ഒരു കക്ഷിയോ പ്രസ്ഥാനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ കമ്പനികളോ കോർപ്പറേറ്റുകളോ ഒന്നും തന്നെ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. വ്യക്തികളോ സ്ഥാപനങ്ങളോ ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനും RBI പോലെയുള്ള ഒരു ഭരണ സംവിധാനങ്ങളും ആവശ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ പിന്നെ BJPക്കും അവരുടെ സർക്കാരിനും മാത്രമായി എന്തിനാണ് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാകുന്നത്? അതിലുണ്ട് എല്ലാം. ആരാണ് ആരെയാണ് ഒളിപ്പിച്ചു വെച്ചത് എന്നും എന്തിനായിരുന്നു അതെന്നും. നിയമപരമല്ലാത്ത പണം വെളുപ്പിക്കാൻ കമ്പനികൾ ഈ വഴികൾ ധാരാളമായി ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയത്. ഒരു ഇലക്ട്രൽ ബോണ്ട് എത്ര ആളുകളിലൂടെ എത്ര കൈകളിലൂടെ സഞ്ചരിച്ചാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഏത് പാർട്ടിയാണ് പണം സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാനും കഴിയില്ല എന്നതും കാര്യങ്ങളെ കൂടുതൽ കൊഴുപ്പിക്കുന്നതാക്കുന്നു എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. 15 ദിവസത്തിനുള്ളിൽ ഇലക്ട്രൽ ബോണ്ട് പണമാക്കി അതാത് പാർട്ടികളുടെ അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ മാറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പണം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റപ്പെടും. ഈ പണം പിന്നീട് വേറൊരു ആവശ്യത്തിനും ഒരു പാർട്ടിക്കും ഉപയോഗിക്കാനും കഴിയില്ല. CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, ഒരു കമ്പനിക്ക് അവരുടെ ലാഭത്തിന്റെ 7.5% ഇതുപോലെയുള്ള CSR ഫണ്ടിലേക്ക് മാറ്റുകയും ഇതുപോലെയുള്ള പൊതുസേവന രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യണമെന്നാണ് 2013 കമ്പനി നിയമം. കമ്പനികൾ കൊടുക്കുന്ന ഈ പണം ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും ഏതൊരു കമ്പനിക്കും പണം കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന പണം സുതാര്യമായിരിക്കണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു കമ്പനിയും എത്ര രൂപ കൊടുത്തു എന്ന് പൊതുജനം അറിയുമ്പോഴാണ് അത് സുതാര്യമാകുന്നത് എന്നും ഓരോ കമ്പനിയും ഓരോ സ്ഥാപനങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനം അറിയാതെ രഹസ്യമായി കൊടുക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് എന്നും ഇത് അഴിമതിക്ക് വേണ്ടിയുള്ള വഴിവിട്ട മാർഗവും ഭരണഘടനാ വിരുദ്ധവും എന്നുള്ള സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ വളരെ പ്രശംസനീയമാണ്. ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായി നടക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും സുതാര്യമായ ജനാധിപത്യ സംവിധാനങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സുതാര്യമായി തന്നെയാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നത്. സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടക്കേണ്ടത് എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പണം കൊടുക്കുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ആരൊക്കെയാണ് എന്ന് സ്വതന്ത്രമായും ന്യായമായും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിറങ്ങുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ അർഹതയുണ്ട്. അത് അയാളുടെ അവകാശമാണ്. ഞാൻ വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു വ്യക്തി വോട്ട് ചെയ്താൽ ആ പാർട്ടി ജയിച്ചു വന്നാൽ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഏതെങ്കിലും കുത്തക മുതലാളിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ആണോ അല്ലയോ എന്നറിയാൻ ആ പാർട്ടിക്ക് പരിധിയിൽ കൂടുതൽ പണം കൊടുത്ത മുതലാളി ആരാണ് എന്നോ സ്ഥാപനം ഏതാണ് എന്നോ അറിയാനുള്ള അവകാശം ഓരോ വോട്ടർക്കും ഉണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞതിന്റെ സാരം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ പ്രസ്ഥാനങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ പണം കൊടുക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ഈ പണം കൊടുത്തത് കൊണ്ട് അവർക്ക് വേണ്ടി അനുകൂലമായ എന്തെങ്കിലും നിലപാടുകളോ തീരുമാനങ്ങളോ നടപടികളോ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും താല്പര്യത്തോടെ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യപ്പെടുന്നത്. ഞാൻ വോട്ട് ചെയ്ത് അധികാരത്തിൽ വരാൻ പോകുന്ന ഈ രാഷ്ട്രീയ പാർട്ടി ഏത് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്, ഏത് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഏത് വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടും തീരുമാനങ്ങളുമാണ് എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സംജാതമാകുന്നത്. ഇതാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും RBIയുടെ മുന്നിലും ഇലക്ഷൻ കമ്മീഷന് മുന്നിലും അതിലൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിലും ഈ വരവ് ചെലവ് കണക്കുകൾ പരസ്യപ്പെടുത്താൻ ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വരുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഇന്ത്യയിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 1% വോട്ട് കരസ്ഥമാക്കാൻ കഴിഞ്ഞ പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനും കഴിയൂ. ഇലക്ഷൻ ഫണ്ടിലേക്ക് കൃത്യമായ സുതാര്യത കൊണ്ടുവരുന്നു എന്നുള്ള അവകാശത്തോടു കൂടെയാണ് അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം അവതരിപ്പിക്കുന്നത്. അതിനായി ഒരു കമ്പനി നിയമം തന്നെ ഭേദഗതി ചെയ്യപ്പെട്ടു, കമ്പനി ആക്ട് 2013. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ 3 വർഷത്തെ ലാഭത്തിന്റെ 7.5% കൂടുതൽ പണം സംഭാവന കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടായിരുന്നു. ഒരു പുതിയ നിയമം കൊണ്ടുവരാനാണ് ഈ നിയമം റദ്ദ് ചെയ്തുകൊണ്ട് ഈ നിയമത്തെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലാഭത്തിന്റെ 7.5% കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം എടുത്തു മാറ്റിക്കൊണ്ട്
ഏതൊരു കമ്പനികൾക്കും ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും എത്ര പണം വേണമെങ്കിലും കൊടുക്കാം എന്നൊരു നിയമം കൊണ്ടുവരികയാണ് ചെയ്തത്. അതുമാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. FCR എന്നൊരു നിയമം. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസ്ഥാനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ കമ്പനികൾക്കോ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ പാടില്ല എന്നൊരു നിയമം അങ്ങനെ തന്നെ എടുത്തു മാറ്റുകയല്ല ചെയ്തത്. അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതേ വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഒരു കീഴ് കമ്പനിയോ അല്ലെങ്കിൽ കമ്പനികളുടെ സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ ആ കമ്പനികൾ വഴി എത്ര പണം വേണമെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഭാവന നൽകാമെന്ന ഒരു നിയമ സംവിധാനമാണ് 2018 ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നതോടുകൂടി തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 1000, 10000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നീ തുകകളുടെ മൂല്യത്തിലുള്ള ഇലക്ട്രൽ ബോണ്ടുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എത്ര പണം വേണമെങ്കിലും ഏത് പാർട്ടിക്കും കമ്പനികൾക്കും കൊടുക്കാവുന്ന വിധത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറയുന്ന മൂല്യങ്ങളുടെ ഗുണിതങ്ങളായിട്ടുള്ള എത്ര ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ഏത് പാർട്ടിക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാവുന്ന സംവിധാനവുമുണ്ട്. ഈ ബോണ്ടിന്റെ കാലാവധി 15 ദിവസത്തേക്ക് മാത്രമാണ്. ഓരോ സാമ്പത്തിക വർഷത്തിന്റെയും ആദ്യ പാദത്തെ 15 ദിവസത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വിൽപ്പന നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷങ്ങളിൽ 30 ദിവസത്തെ അധിക കാലയളവ് സർക്കാർ പ്രത്യേകം അനുവദിക്കുന്നുമുണ്ട്. ഡൽഹി, ചണ്ഡീഗഡ്, ഗാന്ധിനഗർ, ഭോപ്പാൽ, ബാംഗ്ലൂർ, തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന പട്ടണങ്ങളിലെ 29 നഗരങ്ങളിൽ നിന്നുള്ള SBI ബാങ്കിന്റെ ശാഖകളിൽ നിന്ന് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ കഴിയൂ. ഈ ശാഖകളിൽ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യുന്നത്. ആരിൽ നിന്നാണ് പണം വാങ്ങുന്നത് എന്ന് പൊതുജനങ്ങളോട് പറയേണ്ടതില്ല എന്നതും അന്വേഷണ ഏജൻസികളോടോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഏജൻസികളോടോ പറയേണ്ടതില്ല എന്നുള്ളതും ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രത്യേകതകളാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കോ കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ ഒരു ചെറു സ്ഥാപനം ഇന്ത്യയിൽ തുടങ്ങിക്കൊണ്ട് അത് പേപ്പർ കമ്പനി ആയിരിക്കാം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകി അവർക്ക് അനുകൂലമാക്കുന്ന നിലപാടുകൾ എടുക്കാൻ ഭരണകൂടത്തെ നിർബന്ധിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ വരുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. വലിയ രീതിയിൽ ധാതു സമ്പത്തുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് വിദേശ കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ ഇന്ത്യയിൽ ഒരു സ്ഥാപനം ഒരു ഷെൽ കമ്പനി തുടങ്ങിക്കൊണ്ട് ആ കമ്പനികൾ വഴി ഇന്ത്യയെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ പണം നൽകി ധാതു സമ്പത്തുകൾ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്നത് ഓരോ ഇന്ത്യക്കാരുടെയും അവകാശമാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോൾ സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ എത്ര വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. രാജ്യസഭയ്ക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാനും അഭിപ്രായങ്ങൾ പറയാനും അല്ലാതെ യാതൊരു അധികാരവുമില്ലാത്ത ഒരു നിയമമാണ് ആർട്ടിക്കിൾ 110A. ആർട്ടിക്കിൾ 110A എന്ന് പറയുന്ന ഈ മണി ബില്ല് ലോക്സഭയിൽ മാത്രം ഭൂരിപക്ഷമുള്ള ഭരണസമിതിക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന നിയമ സംവിധാനമാണ്. ഇവിടെ രാജ്യസഭയിൽ അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലുള്ള അംഗങ്ങൾക്ക് അതിനെ എതിർക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ലോകസഭയിലുള്ള ഭൂരിപക്ഷമുള്ള അംഗങ്ങൾക്കും അല്ലെങ്കിൽ ഭരണകൂടത്തിന് അത് ഏറ്റെടുക്കണമെന്നോ സ്വീകരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ലാത്ത ഈ നിയമം സ്വാഭാവികമായിട്ടും ഭരിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. ഭൂരിപക്ഷമുള്ളവർ ഭരിക്കുന്ന ലോകസഭയിൽ അവരവർക്ക് ഇഷ്ടം പോലെ ഒരു നിയമം ഉണ്ടാക്കിയെടുത്ത് പാസ്സാക്കി കൊടുക്കുന്ന ഈ സംവിധാനം ആർട്ടിക്കിൾ 118A ഇത് വലിയ ഭരണഘടനാ പ്രശ്നമാണ് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് കോടതിയും ഭരണഘടനാ ലംഘനമായി കണ്ടെത്തിയതും രാജ്യത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ആരോടും കൂടിയാലോചിക്കാതെ മോദി ഭരണകൂടം ഒറ്റയ്ക്കെടുത്ത നിയമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളെ അറിയിക്കുക മാത്രം ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാനോ മറുപടി കൊടുക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ ഉള്ള സ്വാതന്ത്ര്യമോ സമയമോ കൊടുത്തിരുന്നില്ല എന്നുള്ളതും ഈ വിഷയത്തിൽ ജനപ്രതിനിധി സഭകളിൽ അടക്കം രാജ്യസഭയിലോ ലോകസഭയിലോ നുണ പറയാനും അവാസ്തവം പ്രചരിപ്പിക്കാനും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ കേസ് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും ഇലക്ഷൻ കമ്മീഷനോടും ഒക്കെ ഇതിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന ഭരണകൂടം എന്നുള്ള നിലയിൽ സർക്കാർ അതിനനുകൂലമായ മറുപടിയാണ് സുപ്രീം കോടതിയിൽ കൊടുത്തതും. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയല്ല ചെയ്തത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു കൊടുത്തത്. 2019 കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയിൽ മറുപടി കൊടുക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കുറച്ച് ആശങ്കകളാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ചത്. അതായത് സുതാര്യത ഇല്ലാതാകുന്നു, പണം കൊടുത്തത് ആരാണെന്ന് ഏത് കമ്പനികളാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയാതെ വരുന്നു,
എത്രയാണ് കൊടുത്തത് എന്ന് അറിയാതെ വരുന്നു. വോട്ട് ചെയ്ത വോട്ടർക്ക് ഏത് പ്രസ്ഥാനത്തിന്, ഏത് കമ്പനി, ഏത് വ്യവസായ സ്ഥാപനം നിയന്ത്രിക്കുന്ന പാർട്ടിക്കാണ് ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. മറ്റൊന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. വിദേശ കമ്പനികളുടെയും അതുവഴി വിദേശ രാജ്യങ്ങളുടെയും കടന്നുകയറ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള ആശങ്കയാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. RBI ഈ വിഷയത്തിൽ ചില ആശങ്കകൾ സുപ്രീം കോടതിയെ അറിയിക്കുകയുമുണ്ടായി. ഇതോടെ കേന്ദ്ര സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ മാത്രമല്ല ഭരണഘടനയെയും ജനങ്ങളെയും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് സുപ്രീം കോടതി തിരിച്ചറിയുകയും അതിന് കടിഞ്ഞാനിടുകയും ചെയ്തു. ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പ്രതിപക്ഷം പല ഘട്ടങ്ങളിലായി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നുള്ളതും ആ ഉന്നയിച്ച സംശയങ്ങൾക്കാണ് സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ്. കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അതിൽ നിന്ന് പണം കണ്ടെത്തി ആ പണം പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന സുതാര്യതയില്ലാത്ത ഒരു രീതിയാണ് BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിഴൽ കമ്പനികളിൽ നിന്ന് പണം സ്വീകരിക്കുക വഴി വൻ അഴിമതിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പലതവണ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചതുമാണ്. പ്രതിപക്ഷ പാർട്ടികളെ ആക്ഷേപിച്ചും പരിഹസിച്ചും മുന്നോട്ട് പോയ അധികാര ധാർഷ്ട്യത്തിന് കൂച്ചുവിലം കിട്ടുന്ന ഭരണഘടനാ വിധിയാണ് നമ്മൾ കണ്ടത്. കള്ളപ്പണം തടയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് അതിന്റെ ഗുണം ഉണ്ടായതും ഗുണഭോക്താവായും തീർന്നതും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. സംഭാവനകൾ നൽകുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും വിവരങ്ങൾ പൊതുമേഖലാ സ്ഥാപനമായ SBI വഴിയും അല്ലെങ്കിൽ അന്വേഷണം ഏജൻസികൾ വഴിയും സർക്കാരിന് ലഭ്യമാകുമെന്നിരിക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ കൊടുക്കാൻ കുത്തക കമ്പനികളും അല്ലെങ്കിൽ മുതലാളിമാരും അല്ലെങ്കിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങളും മടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതങ്ങനെ BJP അറിയാതെ പ്രതിപക്ഷ കക്ഷികൾക്ക് സംഭാവന കൊടുക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ തുടർന്ന് വേട്ടയാടുന്ന രീതി കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുകയുടെ വലിപ്പ ചെറുപ്പം കാണിക്കുന്നത്. ആകെ ഇഷ്യൂ ചെയ്ത അല്ലെങ്കിൽ വിൽപ്പന നടത്തിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ എണ്ണം, ഇലക്ട്രൽ ബോണ്ടുകളുടെ 99% 10 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ 1 കോടി രൂപയുടെയോ ബോണ്ടുകളായിരുന്നു. 1000-ന്റെയും 10,000-ന്റെയും 1 ലക്ഷത്തിന്റെയും ഉണ്ടെങ്കിലും അതെല്ലാം വളരെ കുറച്ച് മാത്രമാണ്. അതായത് ആകെയുള്ളതിന്റെ 1% മാത്രം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ച് അല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത് എന്നും 99% 10 ലക്ഷത്തിന്റെയും 1 കോടിയുടെയും ബോണ്ടുകൾ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ അത് വലിയ വ്യവസായ സ്ഥാപനങ്ങളും കമ്പനികളും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും സാധാരണക്കാരൻ വോട്ട് ചെയ്യുകയും ഈ വോട്ട് ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് കുത്തക മുതലാളിമാരുടെ വ്യവസായ സ്ഥാപനങ്ങളാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ നിലയിലേക്ക് എത്തിച്ചേരുന്നത്. അധികാര ധിക്കാരം കൊണ്ടും ധാർഷ്ട്യം കൊണ്ടും പണാധിപത്യം കൊണ്ടുമാണ് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്നും ഭരണം പിടിച്ചെടുക്കുന്നത് എന്നും ഭരണത്തിൽ നിലനിന്ന് പോകുന്നത് എന്നുമുള്ള പ്രതിപക്ഷ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഈ വിധി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് വഴിയാണ് ബോണ്ടുകൾ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടുകൾ ആരൊക്കെയാണ് വാങ്ങിയത് എന്ന് കണ്ടെത്താൻ സർക്കാരിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആർക്കൊക്കെയാണ് പണം കൊടുത്തത് എന്നും ആരൊക്കെയാണ് കൊടുത്തത് എന്നും കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാന സ്രോതസ് കണ്ടെത്താനും അത് എളുപ്പ വഴിയായി മാറി. അതുവഴി ഈ പണം കൊടുത്തവരെയും കൊടുപ്പിച്ചവരെയും അന്വേഷണ ഏജൻസികളെ കൊണ്ട് വേട്ടയാടുക എന്നുള്ളത് ഈ ഭരണകൂടത്തിന്റെ നിത്യ സംഭവമായി മാറ്റി. കമ്പനികൾ അവരുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ അവർ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്തിട്ടുള്ള സംഭാവനകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇനി അങ്ങനെ രേഖപ്പെടുത്തേണ്ടതില്ല എന്നൊരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വ്യവസ്ഥ പോലും സർക്കാർ ഈ ഇലക്ട്രൽ ബോണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് ഒഴിവാക്കി കൊടുക്കുന്നു. ഇന്ത്യൻ വിദേശ കമ്പനികൾക്ക് പോലും ആരെയും അറിയിക്കാതെ, ആരോടും കണക്ക് പറയാതെ, ആരെയും കണക്ക് ബോധിപ്പിക്കാതെ ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും കൊടുക്കാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് രാജ്യം നീങ്ങുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഭരണഘടനാ വിരുദ്ധമായ നടപടിയിലൂടെയാണ് ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ തുകകൾ സംഭാവന ലഭിച്ചിട്ടുള്ളത് എന്ന് രാഷ്ട്രീയ സാമ്പത്തിക സുതാര്യത മാത്രമല്ല ഭരണഘടനാ വിരുദ്ധമായ വഴിയിലൂടെയും കൂടിയാണ് ഭരിക്കുന്ന പാർട്ടി വൻ തുകകൾ ശേഖരിച്ചത് എന്ന് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോ വിദേശ ഇന്ത്യൻ കമ്പനികൾക്ക് പോലും ആരെയും അറിയിക്കാതെ, ആരോട് കണക്ക് പറയാതെ, ആരെയും കണക്ക് ബോധിപ്പിക്കാതെ ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാമെന്നുള്ള ഒരു നിലപാട് ഇന്ത്യയിൽ വരുന്നു. ഇത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയുണ്ടായി.
രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്ന സ്ഥാപനങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും പേരുകൾ പരസ്യപ്പെടുത്തുന്നത് സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന വാദത്തെ സുപ്രീം കോടതി തള്ളി. സംഭാവന നൽകിയ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും കമ്പനികളുടെയും പേരുകളൊക്കെ സുതാര്യമായിരിക്കുന്നത് പ്രധാനമാണ് എങ്കിലും അതിനേക്കാൾ പ്രധാനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പണശേഖരണ സുതാര്യതയും അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശവും ഉണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കി. രഹസ്യമായി സംഭാവനകൾ നൽകുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും കമ്പനികളുമാകട്ടെ അവരുടെ ഉദ്ദേശശുദ്ധിയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് ഇൻഫോർമേഷൻ പുറത്തുവിട്ട ഗുജറാത്തിലെ മാത്രം ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ എല്ലാ പാർട്ടികളും ചേർന്ന് 2018 മുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി കരസ്ഥമാക്കിയ തുക 174 കോടി രൂപയാണ്. അതിൽ 163 കോടി രൂപയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് ലഭിച്ചത് എന്ന് അറിയുമ്പോഴാണ് അതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവുക. 2012 മുതൽ 2022 വരെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയുടെ കണക്ക് പരിശോധിച്ചാൽ അതിലേറെയും കിട്ടിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 55% തുകയും വന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കണക്കുകൾ പറയുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി പിരിച്ചെടുത്ത പണം 2017-18 മുതൽ 2022-23 വരെയുള്ള കാലഘട്ടത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കിട്ടിയ ആകെ തുക 6566 കോടി രൂപ ആണ് എങ്കിൽ തൊട്ടടുത്ത പാർട്ടിയായി കോൺഗ്രസിന് കിട്ടിയതാവട്ടെ 1123 കോടി രൂപ മാത്രമാണ്. തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയതാവട്ടെ 1073 കോടി രൂപയും BJD ബിജു ജനതാദൾ പാർട്ടിക്ക് കിട്ടിയത് 774 കോടി രൂപയും DMKക്ക് കിട്ടിയത് 617 കോടി രൂപയും ആണ് എങ്കിൽ ഈ കണക്കുകൾ പറയുന്നുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിനും നികുതി നിയമത്തിനും എല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ കുഴപ്പമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഈ നിയമം അവതരിപ്പിച്ചതും പാസാക്കിയതും ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്ന്. ഈ പറയുന്ന കാലയളവിൽ 31 രാഷ്ട്രീയ പാർട്ടികൾക്കായി ആകെ ലഭിച്ച തുക 16,000 കോടി രൂപയിൽ അധികമാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി കിട്ടിയ തുകയുടെ 4 ഇരട്ടിയോളം തുകയാണ് ഭരണ പാർട്ടിയായ BJPക്ക് മാത്രം കിട്ടിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ കള്ളപ്പണത്തിന്റെ ഒഴുക്കിനെ തടയുമെന്നാണ് ഈ സർക്കാർ പാർലമെന്റിലും ലോകസഭയിലും രാജ്യസഭയിലും കോടതിയിലും ആവർത്തിച്ച് വാദിച്ചു കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടന വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പേര് വെളിപ്പെടുത്താനാകാത്ത നിർലോഭം നിരവധി ധാരാളം പണം കോടാനുകോടി പണം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൊടുക്കുക വഴി കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതൊരു ഉപാധിയായി ഇതൊരു മാർഗമായി കമ്പനികളും സ്ഥാപനങ്ങളും കണ്ടെത്തിയെന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. നിയമപരമല്ലാത്ത പണം വെളുപ്പിക്കാൻ കമ്പനികൾ ഈ വഴികൾ ധാരാളമായി ഉപയോഗിച്ചു എന്നുകൂടെ അവർ കണ്ടെത്തുമ്പോൾ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ പോലും മറിച്ചിടാൻ ശേഷിയുള്ളതാണ് ഈ അപകട നിയമം എന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. ഭീകര പ്രവർത്തനത്തിന് സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നേരിടുന്ന കമ്പനിയിൽ നിന്ന് 10 കോടി രൂപ BJP സംഭാവന കൈപ്പറ്റിയ വിവരവും ഇതിനിടയിലൂടെ വാർത്തകളിലൂടെ പുറത്തു വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭീകരവാദ പ്രവർത്തനത്തിനും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമായി ഈ ഇലക്ട്രൽ ബോണ്ട് ധാരാളമായി ഉപയോഗിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കപ്പെടുന്നു. 2019 കർണാടകയിൽ നടന്ന രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് വേണ്ടി BJP ഒഴുക്കിയ കോടാനുകോടികൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇലക്ട്രൽ ബോണ്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായി പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രത്യേക വിൽപ്പന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി നടത്തുന്നതിനായി കടുത്ത നിയമലംഘനമാണ് നടത്തിയത്. നിയമപ്രകാരം ഏപ്രിൽ വിൽപ്പന ആരംഭിക്കേണ്ട ബോണ്ടുകൾ 2018 മാർച്ചിൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽപ്പന നടത്തി 272 കോടി രൂപയുടെ ബോണ്ടുകൾ വിറ്റഴിക്കപ്പെടുകയും അതിൽ മഹാഭൂരിഭാഗവും BJPക്കാണ് ലഭിക്കുക എന്ന് കണക്കുകൾ മനസ്സിലാക്കി തരുന്നുണ്ട്. തൊട്ടടുത്ത മാസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മാസം കൂടി ഇലക്ട്രൽ ബോണ്ടുകളുടെ വിൽപ്പന നടത്തുകയും 114 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വിറ്റഴിക്കുകയും ചെയ്തു. മെയ് മാസത്തിലെ കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 10 ദിവസത്തെ വിൽപ്പന പിന്നെയും നടത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് SBI ഈ വിൽപ്പന നടത്തിയത് എന്ന് പിന്നീട് രേഖകൾ പുറത്തു വന്നതോടെ വ്യക്തമാവുകയും ചെയ്തു. പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ പൊളിച്ചടക്കിക്കൊണ്ട് നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം നിയമ സംവിധാനങ്ങളുമായി അല്ലെങ്കിൽ നിയമവകുപ്പുമായി കൂടി ആലോചിച്ചിട്ടാണോ നടപ്പിലാക്കിയത് എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ പദവികളും വെട്ടിച്ചുരുക്കി എല്ലാം പ്രധാനമന്ത്രി തീരുമാനിക്കും വിധം മാറ്റിക്കളഞ്ഞ സാഹചര്യത്തിലായതുകൊണ്ടാകാം തുടക്കം മുതൽ എതിർത്ത് നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടയ്ക്ക് നിശബ്ദമായി പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി.
ഇനി അവിടെ നിന്നും ശബ്ദങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പായി. രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് തന്നെ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ദുരൂഹമാണെന്നും നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തമാക്കുന്ന നിയമം 5 വർഷം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹതയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കത്തുകൾ പോലും സർക്കാർ പലതവണ മൂടിവെച്ചു എന്നുള്ളതും അതിശയമുളവാക്കുന്നതാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ രാജ്യത്ത് എല്ലാ നിയമങ്ങളും സംവിധാനങ്ങളും നോക്കുകുത്തിയാക്കി എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ചവിട്ടുകൊട്ടയിൽ ഇട്ടുകൊണ്ട് മോദി സർക്കാർ എന്ന ഈ BJP സർക്കാരിന്റെ 10 ആണ്ട് നീണ്ടു നിൽക്കുന്ന ഈ ഭരണസഞ്ചാരം കൃത്യമാക്കി തരുന്ന ഒരു കഥയാണ് ഇലക്ടറൽ ബോണ്ട് നമ്മളോട് പറയുന്നത്. എന്താണ്, എന്തിനാണ്, ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കഥ. ഭരണഘടനയെ, ഫെഡറൽ മൂല്യങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം വകമാറ്റിക്കൊണ്ട് സ്വന്തമായൊരു സാമ്പത്തിക സംവിധാനവും ഭരണരീതികളും സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലായിരുന്നു BJP എന്ന ഈ രാഷ്ട്രീയ പാർട്ടിയും അവർ നയിക്കുന്ന ഭരണകൂടവും. ഭരണകൂടത്തിന് ഒപ്പം നിൽക്കുന്നവരൊക്കെ എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും അവരൊക്കെ സംരക്ഷിക്കപ്പെടുകയും പ്രതിപക്ഷത്തിരിക്കുന്നവരെ നിരന്തരം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പകപോകൽ രാഷ്ട്രീയം ധാർമ്മികമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജനാധിപത്യത്തെയും മൂല്യങ്ങളെയും ഭരണഘടനയെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ഒക്കെ നോക്കുകുത്തിയാക്കി നിലനിർത്തിക്കൊണ്ട് ധിക്കാരപൂർണമായ ഭരണമായി മുന്നോട്ടു പോകുന്ന ഈ കാലഘട്ടത്തിലെ BJPയുടെ ഭരണകാലഘട്ടത്തിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ചെറു വെളിച്ചം നമുക്ക് പ്രതീക്ഷ നൽകുന്നതായി നിലനിൽക്കുന്നു. കോടതികളും കമ്മീഷനുകളും ഒന്നുമല്ല ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതും സർക്കാരിനെ സർക്കാരാക്കുന്നതും ഇന്നാട്ടിലെ ജനങ്ങളാണ് എന്ന്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഭരണമെന്നും ഭരണഘടനയെന്നും ഒരിക്കൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തെളിയിച്ചു തന്നിരിക്കുന്നു. നന്ദി.